യെസ്. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത്, നമ്മുടെ EVS ആയിരുന്നു. സോ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മുടെ മാർവൽസ് ഓഫ് സ്കൈ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഫുൾ ചാപ്റ്റർ റിവിഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനകത്തൊക്കെ ഫുൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇന്ന് നടന്ന എക്സാമിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാരണം ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ആക്ടിവിറ്റിയാണ്, നമ്മുടെ കലാകേരളത്തിലുള്ള ആക്ടിവിറ്റിയാണ്. ഇത് ഏതാണ് കലാരൂപം? ഇത് ഏതായിരിക്കും? കഥകളിയാണ് അല്ലേ? ഇനി ഇത് ഏതാ നോക്കിയേ? ഇത് തുള്ളലാണ് വരുന്നത്, തുള്ളൽ. ഓക്കെ. ഇനി ഇത് നോക്കിയ ഒപ്പനയാണ്. ഇനി അടുത്ത ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ആർട്ട് ഫോമിനെ പറ്റി ഒന്ന് എന്ത് ചെയ്യാൻ, ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിസ് ഇവിടെ ഒപ്പനയാണ് എഴുതിയത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാട്ടോ. ഒപ്പനയെ പറ്റി പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്, വിവാഹാഘോഷങ്ങളിലെ സംഘർ നൃത്തമാണ് ഒപ്പന. വധുവിൻ്റെ ചുറ്റും നിന്നാണ് നൃത്തം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ എന്താ പറയുക, മുസ്ലിം വെഡിങ്സിനൊക്കെ സെലിബ്രേഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഓക്കെ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഓക്കെ. അപ്പം സ്നേഹ മിസ്സിനോട് ചോദിക്കാം. കഥകളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ. അല്ല, തെറ്റാണ്. അടുത്ത നോക്കാം. സോങ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സങ് ഫോർ മാർഗംകളി. യെസ്, കറക്റ്റ് ആണ്. ഇനി ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിംഗ് വെഡിങ് സെലിബ്രേഷൻ. യെസ്, കറക്റ്റ് ആണ്. ഇനി അടുത്തത് നോക്കാം. ദ വിഷ് ഓഫ് ദ ഗ്രൂം ആർ presented before the bride through the മംഗലം കളി സോങ്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ രണ്ടെണ്ണമാണ് ശരി. ഓപ്ഷൻ B and C is the right answer. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത നോക്കാം. ഇതിനകത്ത് നമ്മളോട് ഈ കുറച്ച് മ്യൂസിക്കും തന്നിട്ടുണ്ട്, ഡാൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ടേബിൾ ഫിൽ ചെയ്യണം, ഡാൻസ് ഫോംസും സോങ്സും. ഓക്കെ. അപ്പം ഇതിനകത്ത് ഏതൊക്കെയായിരിക്കും ഡാൻസ് വരുന്നത്? ഒപ്പന വരും, പിന്നെ വേറെ ഏത് വരും? തിരുവാതിര വരും, പിന്നെ തുള്ളൽ വരില്ലേ, മാർഗംകളി വരും. അപ്പം അത് ഡാൻസ് വരും. പാട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്ക് സോങ്സ്, ക്ലാസിക്കൽ മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്. അതാണ് ഇവിടെ മിസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് ദ ആർട്ട് ഫോം ഫ്രം ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റർ നോക്കാം. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള. ഓക്കെ. ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദിസ് ഈസ് ദ ചെണ്ട. എന്താണ് ചെണ്ട? അപ്പോൾ ഏതാ ചെണ്ട ഉപയോഗിക്കുന്ന? തെയ്യം. നോർത്ത് കേരളയിലെ തെയ്യം. ഓക്കെ. തെയ്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഫസ്റ്റ് അതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അടുത്തത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ കോസ്റ്റ്യൂംസ് ഓഫ് തിരുവാതിരക്കളി ആൻഡ് മാർഗംകളി. ഓക്കെ. തിരുവാതിരക്കളീൻ്റെയും മാർഗംകളിൻ്റെയും കോസ്റ്റ്യൂംസ് ഏതാണ് ശരി എന്നുള്ളതാണ്. ദ കോസ്റ്റ്യൂം ഫോർ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ട്. ശരിയല്ലേ? ചട്ടയും മുണ്ടാണ്. മിസ്സിന് മാർഗംകളി കളിക്കറിയോ? അറിയാം. ഓക്കെ. ഇൻ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വെയർ ദ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഓഫ് കേരള. ശരിയല്ലേ? കറക്റ്റ്. ഇനി സിൽക്ക് സാരി, ഇത് തെറ്റാണ്. സിൽക്ക് സാരി അല്ല. അതേപോലെ ദർ ഇസ് നോ സ്പെഷ്യൽ കോസ്റ്റ്യൂം ഫോർ, ഇത് രണ്ടും തെറ്റാണ്. അപ്പം ഓപ്ഷൻ ഏതാണ് ശരി നോക്കാം. 1 and 2 ആണ്. ഓപ്ഷൻ C ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C നമ്മളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി നമ്മുടെ വിങ്ഡ് ബഡീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് നമ്മുടെ ക്രെയിൻ ആണ്, കൊക്ക്. ഇത് കാല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഈഗിളാണ്. ദെൻ ഇത് നമ്മുടെ കിങ് ഫിഷർ ആണ് അല്ലേ? ഇനി അവരുടെ അഡാപ്റ്റേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ക്രെയിൻ്റെ തന്നിട്ടുണ്ട്. ഹണ്ട് ഫോർ പ്രേ ഇൻ ദ വാട്ടറിൽ പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രേനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്തുള്ളത്? നല്ല പോയിന്റഡ് ആയിട്ടുള്ള ബീക്ക് ഉള്ളത്. ഇനി അതേപോലെ നമ്മുടെ ഈഗിളിന്റെ കേസ് ആണെങ്കിൽ അവർക്ക് ഷാർപ്പായിട്ട് ക്ലോസ് ഉണ്ടായിരിക്കും, നല്ല മൂർച്ചയുള്ള നഖങ്ങൾ ഉണ്ടായിരിക്കും. ഫോർ ടു ടയർ ദ പ്രേനെ ഇങ്ങനെ കീറി മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കിങ് ഫിഷർ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ പൊന്മാൻ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും? പോയിന്റഡ് ബീക്ക് ഉണ്ടായിരിക്കും, കൂർത്ത ചുണ്ടുകൾ ഉണ്ടായിരിക്കും. ഫോർ ടു ക്യാച്ച് ദ ഫിഷസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ബേർഡ്സിന്റെ ഓരോരോ അഡാപ്റ്റേഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്തതാണ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ബേർഡ്. ആ ബേർഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നോക്കിക്കേ. മൈ കളർ ഇസ് ഗ്രീനിഷ് ബ്ലൂ. മൈ ലെഗ് ആർ റെഡ് ഇൻ കളർ. ഐ എം എ സ്മോൾ ഇൻ സൈസ്. യെസ്, നോക്കിക്കോ. അയ്യോ, ഇതിപ്പം ഉണ്ടായത്. യെസ്, ക്ലിയർ, റെഡി. നോക്കാം. ഐ ആം എ സ്മോൾ ഇൻ സൈസ് ആൻഡ് ഐ ലീവ് നിയർ ദ വാട്ടർ ബോഡീസ്. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് സ്മോൾ ഫിഷ്. ഐ ഹാവ് ഫെദേഴ്സ് ഓഫ് മെനി കളേഴ്സ്. ഐ മേക്ക് ചീ 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 സൗണ്ട്സ്. ആൻഡ് ഹു ആം ഐ? ആരാന്നാ ചോദിച്ചിട്ടുള്ളത്? യെസ്, കിങ് ഫിഷർ ആണ് ഉത്തരം വരിക. കാരണം നിയർ ദ വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കിങ് ഫിഷർ ആണ്. സ്മോൾ ഫിഷസിനെയാണ് പിടിക്കുക, അപ്പോൾ കിങ് ഫിഷർ. ഇനി അതേപോലെ നമ്മൾ ഡക്കിനെ കുറിച്ച് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, പക്ഷേ അതിൻ്റെ ഫീച്ചേഴ്സ് മെയിൻ ആയിട്ട് എഴുതണം കേട്ടോ. ഇപ്പോൾ ഡക്ക് നോക്കിക്കേ. ഐ എം എ ബേർഡ്, വെബ്ഡ്. ഐ ഹാവ് വെബ്ഡ് ഫീറ്റ്. ഐ
ക്യാൻ സ്വിം ഇൻ വാട്ടർ, ഐ ഹാവ് ഓയിലി ഫെദർ, ഹു ആം ഐ എന്ന് ചോദിക്കാം. ഞാനൊരു പക്ഷിയാണ്, ചർമ്മബന്ധിതമായ കാലുകളുണ്ട്, വെള്ളത്തിൽ നീന്താൻ കഴിയുന്നു, എണ്ണമയമുള്ള തൂവലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആര്? അപ്പൊ ആരും ഉത്തരം വരിക? താറാവ് ആണ് ഇവിടെ ഉത്തരം വരിക, താറാവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി, ക്രോ. നമ്മുടെ കാക്കനെ കുറിച്ച് തന്നിട്ടുണ്ട് അല്ലേ. ഐ ആം എ ബേർഡ്, ഞാനൊരു പക്ഷിയാണ്. ബ്ലാക്ക് ഫെദേഴ്സ്, കറുത്ത തൂവലുകളുണ്ട്. ഐ ആം നോൺ ആസ് പ്രകൃതിയുടെ തോട്ടി അല്ലേ. തോട്ടി എന്ന് പറയും ബിക്കോസ് ഐ ക്ലീൻ ദ സറൗണ്ടിങ്സ്, ഞാൻ വീടും ഇതൊക്കെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കുന്നത് കൊണ്ട് പ്രകൃതി തോട്ടി എന്നറിയപ്പെടുന്നു. മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് എവറിത്തിങ്, ഹോംനിവേഴ്സ് ആണ് അല്ലേ. അതായത് രണ്ടും മിശ്രാഹാരിയാണ് അല്ലെങ്കിൽ മിശ്രഭോജികളാണ് നമ്മുടെ കാക്കകൾ, എന്തും കഴിക്കുന്ന ആൾക്കാരാണ്. ഐ മേക്ക് കോ സൗണ്ട് അല്ലെ, കാക്ക കാക്ക എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കും. ഹു ആം ഐ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആര്? അപ്പൊ ഉത്തരമായിട്ട് എന്ത് എഴുതാം നമുക്ക്? ക്രോ. ക്രോ, കാക്ക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, കാക്കല്ല കാക്ക. ഓക്കെ, കാക്ക. യെസ്, ഇനി അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ അറൗണ്ട് അസ് ഇൻ ഡിഫറെന്റ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, ഒരു ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. ടേക്ക് എ പ്ലാസ്റ്റിക് ബോട്ടിൽ ആൻഡ് പ്ലേസ് എ സ്മോൾ സ്റ്റിക്ക് ഓർ എ മാച്ച് സ്റ്റിക്ക് ഇൻ ഇറ്റ്സ് മൗത്ത്. ഓക്കെ, ബോട്ടിലിൻ്റെ മുകളിൽ നമ്മൾ വെച്ചാൽ പിന്നെ വെൻ വി ബ്ലോ ഹാർഡ് ഇൻ ടു ദ ബോട്ടിൽ. ഓക്കെ, ബോട്ടിൽ എന്ത് ചെയ്തു? നന്നായിട്ട് നമ്മൾ വീർപ്പിച്ചു. ഓക്കെ, ദ സ്റ്റിക്ക് ഓർ മാച്ച് സ്റ്റിക്ക് കംസ് ഔട്ട്. വൈ? അത് നമുക്കറിയാം. അതിനെന്താണ്? ഇവിടെ ഇതിനകത്ത് നിറച്ച് എയർ ഉണ്ട്. അപ്പം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതുപോലെ സ്റ്റിക്കും സോളിഡിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്പേസ്, ദേ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ ആണ്. അപ്പം നമുക്കിതിനകത്ത് ഏത് ഓപ്ഷൻസ് ഒക്കെയാണ് വരിക നോക്കാം. ദ സ്റ്റിക്ക് കംസ് ഔട്ട് ഓഫ് ദ ബോട്ടിൽ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് എ സ്പേസ് ടു ഓക്യുപ്പൈ അല്ലേ. ആ സ്റ്റിക്കിന് സ്ഥിതി ചെയ്യാനൊരു സ്ഥലം കിട്ടിയില്ല. ഇനി അടുത്ത വരിക, ശരി, ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ബിക്കോസ് ദ ബോട്ടിൽ ഈസ് ടു സ്മോൾ. അതല്ല, അത് തെറ്റാണ്. അപ്പോൾ ഇതിനോട് യോജിച്ച് നമുക്ക് നോക്കാം. ദ സ്റ്റിക്ക് കുഡ് നോട്ട് ഗെറ്റ് ഇൻസൈഡ് ദ ബോട്ടിൽ ബിക്കോസ് ദർ ഈസ് എൻ എയർ ഇൻ ഇറ്റ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഇത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇഫ് യു വാണ്ട് ദ സ്റ്റിക്ക് ടു ഗോ into the bottle, what changes should we make in the materials used for the experiments? അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇഫ് യു വാണ്ട് ടു സ്റ്റിക്ക് ടു ഗോ ഇൻ ടു ദ ബോട്ടിൽ, വാട്ട് ചേഞ്ചസ് ഷുഡ് വി മേക്ക് ഇൻ ദ മെറ്റീരിയൽ? ആ സ്റ്റിക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നാണ്. അപ്പോൾ ഒന്നുമില്ല, നമുക്കൊരു ഹോൾ, ഈ ബോട്ടിലിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിക്കുള്ളിലേക്ക് കയറ്റാൻ പറ്റും. കാരണം എന്താ? ഈ എയർ എന്ത് ചെയ്യും? പുറത്തേക്ക് പോവില്ലേ. അപ്പോൾ അവിടേക്ക് സ്റ്റിക്ക് കയറും അല്ലേ. എവിടെയെങ്കിലും എന്ത് ചെയ്താൽ മതി? ഒരു ഹോള് ഇട്ട് കൊടുത്താൽ മതി. സെറ്റാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ബൈ. പോലെടാ. ഓക്കെ, അടുത്ത നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ മെറ്റീരിയൽസ് പ്രിപ്പയർ ആൻ എക്സ്പെരിമെന്റ്, റൈറ്റ് ആൻ എക്സ്പെരിമെന്റൽ നോട്ട് ഇൻ ദ ഗിവൺ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊരു എക്സ്പെരിമെന്റൽ നോട്ട് എഴുതാൻ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷണക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പം മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയറും ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് മാത്രം എഴുതിയാൽ മതി. അപ്പം നമുക്ക് കൊടുക്കാം. എക്സ്പെരിമെന്റിൻ്റെ ഒരു പേരൊക്കെ നിങ്ങൾ കൊടുത്തോട്ടോ, അപ്പം നല്ല കളറാവും. ഓക്കെ, നമുക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങൾ, ആവശ്യമായിട്ട് സാമഗ്രികൾ, ബോട്ടിൽ, നെയിൽ, സിസർ, ഹാമർ, കത്രികയൊക്കെ വേണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് പറഞ്ഞുതരാം. അത് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആദ്യം എടുക്കുക. എന്നിട്ടൊരു സ്മോൾ മാച്ച് സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റിക്ക് അതിൻ്റെ മൗത്തിൽ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബോട്ടിലിനെ നന്നായിട്ട് ബ്ലോ ചെയ്യുക, ഊതി വീർപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദെൻ മേക്ക് എ ഹോൾ ഓൺ ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുക? സ്റ്റിക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. കാരണം എന്താ? ബിക്കോസ് ദ ബോട്ടിൽ ഈസ് ഓൾറെഡി ഫുൾ ഓഫ് എയർ ആൻഡ് ദെയർ ഈസ് നോ സ്പേസ്. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ദെൻ മേക്ക് എ ഹോൾ ഓൺ ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ യൂസിങ് ദ നെയിൽ ആൻഡ് ഹാമർ. ഓക്കെ, ആണി വെച്ചിട്ട് ഹാമർ ആണിയിൽ അടിച്ചിട്ട് ഈ ബോട്ടിൽ എന്ത് ചെയ്യാണ്? ഒരു ഹോൾ ഇടുകയാണ്. അപ്പോൾ എന്താ നമ്മൾ ഫൈൻഡിങ്സ് എന്താ കാണുക? നമുക്ക് എന്നിട്ട് നമ്മൾ ആ സ്റ്റിക്കിനെ നമ്മൾ ആ ബോട്ടിലിൻ്റെ മൗത്തിൽ കൊണ്ടുവച്ച് ആ സ്റ്റിക്ക് വയ്ക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്ക്. എന്താ ചെയ്യാൻ പറ്റുന്നത്? കാണുന്നത് ഉണ്ടാവുക, അതുള്ളിലേക്ക് കയറുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മൾ എന്ത് ഫൈൻഡിങ്ങിൽ എത്തുക? എയർ ഓക്യുപ്പൈസ് സ്പേസ്. ഓക്കെ, ഈ ഫൈൻഡിങ്സ് ആണ് എത്തുന്നത് അല്ലേ. എയർ ഓക്യുപ്പൈസ്, എന്തെഴുതാം? ഇങ്ങനെ എഴുതാം. എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ എന്നും എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. സ്പേസ് ടു ഓക്യുപ്പൈ എന്ന് മനസ്സിലാക്കാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്.
ഈ ഫിഗറിൽ 2 ബലൂണുകളുണ്ട്. ഇനി ഡ്രോ ദ ചേഞ്ചസ് ഇൻ ദ ബലൂൺ ആൻഡ് ബാലൻസ് വെൻ ദ ബലൂൺ 1 ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, നമ്മളോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ചിത്രം വരയ്ക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ബലൂൺ 1 എന്ത് ചെയ്തിട്ടുണ്ട്? വാട്ടർ നിറച്ചിട്ടുണ്ട്. ബലൂൺ 1 വാട്ടർ നിറച്ചു. ഇത് ബലൂൺ 2 ആട്ടോ. ഇത് ബലൂൺ 2 ആണ്. ബലൂൺ 1 വാട്ടർ നിറയ്ക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? താഴില്ലേ. കാരണം എന്താ? അതിന് വെയിറ്റ് കൂടും അല്ലേ വാട്ടർ നിറയ്ക്കുമ്പം. അപ്പം വെയിറ്റ് കൂടുതലുള്ള ഭാഗം താഴും. അങ്ങനെ ചിത്രം വരച്ചാൽ മതി. അപ്പം വെയിറ്റ് കുറവുള്ള എയർ ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗം പൊന്തും. അപ്പം എയറിനേക്കാളും വെയിറ്റ് കൂടുതൽ ആർക്കായിരിക്കും? വാട്ടറിനായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് that happen in the balance and balloon? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് the size of the balloon increases. ഓക്കെ, അപ്പോൾ ആ ബാലൻസിനും ബലൂണിനും ഈ ഒരു ചേഞ്ചസ് വന്നതിനുള്ള റീസൺ എന്താണ്? ബലൂണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തതാണ്. ഇനി when the weight of the balloon increases, ബലൂണിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? the balance tilts toward the water filled balloon. ഓക്കെ, എന്ത് സംഭവിക്കും? നമ്മൾ ബലൂണിൻ്റെ വെയിറ്റ് കൂടുന്ന സമയത്ത് അതിൻ്റെ ആ ത്രാസ് എന്താവും? അതിൻ്റെ ബാലൻസ് മാറും. അത് താഴ്ന്നിങ്ങനെ നിൽക്കും. ഓക്കെ, ആ വെള്ളം നിറച്ച ബലൂണിൻ്റെ സൈഡിലേക്ക് അത് താഴ്ന്നു നിൽക്കും എന്നുള്ളത് മക്കൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മളുടെ കലാകേരളത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Friends of class 4 are conducting a picture exhibition of different festivals at the school. Help them complete the information. അപ്പോൾ ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ചെണ്ടമേളം, എലഫൻറ്റ്, പിന്നെ ഫയർ വർക്ക്സ്, കുടമാറ്റം എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഓണം സെലിബ്രേഷൻ്റെ ഇത് ഫില്ല് ചെയ്യണം. അതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് കൊടുക്കാം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, വിളവെടുപ്പിൻ്റെ ഉത്സവം, പൂക്കളം കൊടുക്കാം, ഓണസദ്യ കൊടുക്കാം, മാവേലി കൊടുക്കാം, പുലക്കളിയൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഓണം ആൻഡ് തൃശ്ശൂർ പൂരം? ഓണത്തെ പറ്റിയും തൃശ്ശൂർ പൂരത്തിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ നോക്കാം. ഓണം ഈസ് ദ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള. ശരിയാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നാണ് നമ്മൾ ഓണത്തെ അറിയപ്പെടുന്നത്. ശരിയാണ്. തൃശ്ശൂർ പൂരം ഈസ് നോൺ ആസ് പൂരങ്ങളുടെ പൂരം. നമ്മൾ ജോർജ് ഏട്ടൻസ് പൂരത്തിലായിരുന്നോ? ഇവിടെയൊന്നും നമ്മുടെ പൂരങ്ങളുടെ പൂരം, മമ്മൂക്ക പറയുന്ന പടം ഉണ്ടല്ലോ, ഏതായിരുന്നു സിനിമ? യെസ്, അത് ഓർത്താൽ മതി. പൂരങ്ങളുടെ പൂരം അല്ലേ, പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ബോത്ത് ആർ റിച്വൽ ആർട്ട് ഫോംസ് അല്ലല്ലോ, ഫെസ്റ്റിവൽസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. മെഷർ ദ വെയിറ്റ് ആണ്. വിച്ച് ബോട്ടിൽ ഹാസ് മോർ വെയിറ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഇതിനകത്ത് അത്രയും വെള്ളമേ ഉള്ളൂ, ഇതിനകത്ത് നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഏതിനായിരിക്കും? നമുക്കറിയാം വാട്ടറിന് ലിക്വിഡിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട് എന്നറിയാം. അപ്പം ഇവിടെ ഫുൾ ലിക്വിഡ് ഉണ്ട് അല്ലേ. സെയിം ബോട്ടിലാണ്, 2 ബോട്ടിൽ ഒന്നിൽ നിറച്ച് വെള്ളമുണ്ട്. അപ്പം വെയിറ്റ് കൂടുതൽ ബോട്ടിൽ 2-നായിരിക്കും. ഇനി അടുത്ത നോക്കാം. വിൽ ചേഞ്ച് ഷേപ്പ് ചേഞ്ച് ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു 3 ഷേപ്പ്, ഈ 3 പാത്രങ്ങൾ നിങ്ങൾ ഒരു വടിയുണ്ട്, 2 പാത്രമുണ്ട്, മിൽക്ക് ഉണ്ട്, ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. വെൻ ദ മിൽക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സ്മോൾ ബോട്ടിൽ ടു ദ ബിഗ് ബോട്ടിൽ, വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ ഷേപ്പ് ഓഫ് ദ മിൽക്ക്? മിൽക്കിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ലിക്വിഡ്സിൻ്റെ കേസിൽ എന്താണ്? അത് ഏത് കണ്ടെയ്നറിലാണോ ഉൾക്കൊള്ളുന്നത് ആ ഷേപ്പാണ് അത് സ്വീകരിക്കുക. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഇനി നോക്കാം. വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ഷേപ്പ് ഓഫ് ദ ലോഗ് വെൻ ദ ലോഗ് ഈസ് ഫിക്സഡ് ഇൻസൈഡ് ദ ബിഗ് ബോട്ടിൽ? ബിഗ് ബോട്ടിൽ നമ്മൾ ഈ ലോഗ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? നോ ചേഞ്ച്, ബിക്കോസ് അത് സോളിഡാണ്. സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പാണ്. ഇനി റൈറ്റ് ഡൗൺ 4 എക്സാമ്പിൾസ് ഓഫ് സോളിഡ്സ്. മിസ് വെറുതെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പെൻസിൽ, ബുക്ക്, സ്റ്റോൺ, ബോട്ടിലൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. Find out the correct answer and put a tick mark. Okay, a stone does not need a space to occupy. തെറ്റാണ്. ഈ inflated balloon has no weight. അതും തെറ്റാണ്. Milk can flow. അത് ശരിയാണ്. ഓക്കെ, ഇനിയോ ഐസ് ക്യൂബ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ്. അതും തെറ്റാണ് അല്ലേ. ഐസിൻ്റെ ഡെഫിനിറ്റ് ഷേപ്പിൽ. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? സി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ മക്കളേതാ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട്, എല്ലാം ശരിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം വെക്കേഷനൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക. എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി എൻജോയ്മെൻറ്റ് നന്നായിട്ട് മക്കൾ അടിച്ചു പൊളിക്കുക. ക്രിസ്മസും ന്യൂ ഇയറൊക്കെയാണ് വരാൻ പോണേ. അപ്പോൾ എല്ലാ മക്കൾക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ ബൈ.